ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. പുറത്ത് ഭയങ്കര മഴയാണ്, അതിൻ്റെ ഒരു സൗണ്ടിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടാവും. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്തെന്ന് വെച്ചാൽ, ഞാൻ ഏകദേശം 5-6 വർഷമായി യൂട്യൂബ് ചാനലൊക്കെ ആയിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഈ 6 വർഷമായിട്ട് എനിക്ക് യൂട്യൂബിൽ നിന്ന് യാതൊരു വിധമായ വരുമാനങ്ങളോ എനിക്ക് കിട്ടിയിട്ടില്ല. ആദ്യം എൻ്റെ ചാനലിൻ്റെ ആദ്യത്തെ പേര് ശ്യാംകുമാർ, അതായത് എൻ്റെ പേരിൽ തന്നെ ഒരു ചാനലായിരുന്നു. എന്ത് കണ്ടന്റ് ഇടണം എന്ന് ആലോചിച്ചൊക്കെ ഇടുന്നു. അന്ന് യൂട്യൂബൊക്കെ ഒന്നും ആരും അങ്ങനെ വളരെ സജീവമായിട്ടൊന്നുമില്ല. യൂട്യൂബിൽ അങ്ങനെ വീഡിയോസൊന്നുമില്ല. അധികം നമുക്ക് ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ഒന്നുമില്ല. പക്ഷേ എൻ്റെ പേര് വെച്ച് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഏത് കണ്ടന്റ് ഇടണം, എന്ത് കണ്ടന്റ് ഇടണം എന്നുള്ള ചിന്തയായി. അങ്ങനെ കണ്ടന്റുകളൊക്കെ നോക്കി നടന്നപ്പോഴാണ് എനിക്ക് അത്യാവശ്യം എഡിറ്റിങ്, പണ്ട് കൈൻ മാസ്റ്റർ വെച്ചിട്ട് എഡിറ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ട്രോൾ ചാനൽ ഞാൻ ഉണ്ടാക്കി. എൻ്റെ ഫസ്റ്റ് ട്രോൾ ചാനലിൻ്റെ പേരാണ് ട്രോൾ ഹബ്ബ്. ഇപ്പോഴും ആ ട്രോൾ ഹബ്ബ് എന്ന് പറയുന്ന ചാനൽ നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട്. അപ്പം ഒരു ബേസിക് ആയിട്ടൊരു യൂട്യൂബിനെ കുറിച്ച് ഒരു ഒരു ഇതും ഇല്ലാതെയാണ് ഞാൻ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. എനിക്കറിയില്ല യൂട്യൂബിൽ എങ്ങനെ വീഡിയോസ് പോസ്റ്റ് ചെയ്യണം എന്ന് പോലും എനിക്കറിയത്തില്ല. റവന്യൂ കിട്ടും ഉള്ളൊരു സംഭവം ഉണ്ട്. അങ്ങനെയാണ് ഞാൻ യൂട്യൂബിലേക്ക് വരുന്നത്. അങ്ങനെ ട്രോളുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. അന്ന് യൂട്യൂബിൻ്റെ അവരുടെ ഗൈഡ് ലൈൻസ് ഒക്കെ കുറച്ച് ഇത്രയും സ്ട്രിക്റ്റ് ഒന്നും അല്ലാത്തൊരു സമയമാണ്. അങ്ങനെ ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറേ വർഷം യൂട്യൂബ് ചാനൽ ഓടി, വ്യൂസ് ഒന്നും ഇല്ലാതെയൊക്കെയായി. അങ്ങനെയായിട്ട് എനിക്കൊരു പോക്കോയുടെ ഫോണാണ് എൻ്റെ ഉള്ളത്. പോക്കോയുടെ ഫോണിലാണ് ഞാൻ എഡിറ്റിങ്ങും എല്ലാം ചെയ്യുന്നത്. പോക്കോയുടെ ഫോണിലാണ്, കൈൻ മാസ്റ്ററിനകത്തിട്ട് പോക്കോ ഫോൺ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ എൻ്റെ ഫോണ് കേടാകുകയുണ്ടായി. കേടായ സമയത്ത് ഇതിൻ്റെ പാസ്വേഡ് എല്ലാം ഞാൻ മാറ്റി എഴുതി അങ്ങനെ വെച്ചിരുന്നതാണ്. എങ്ങനെയോ പാസ്വേഡ് എൻ്റെ നിന്ന് മിസ്സായി. ഫോൺ റെഡിയായി കിട്ടിയ സമയത്ത് യൂട്യൂബ് ചാനലിൽ ഞാൻ കയറാൻ, അല്ലെങ്കിൽ നമ്മൾ ജിമെയിൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ലോഗിൻ ആകുന്നില്ല. ഞാൻ ഒരുപാട് വട്ടം ട്രൈ ചെയ്തു. അപ്പോൾ ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഒരു കോഡ് നമുക്ക് മൊബൈൽ നമ്പറിൽ വരും. അല്ലാത്തൊരു കോഡ് നമുക്ക് എൻ്റെ ഏത് ഐ ഡിക്കകത്താണോ എനിക്ക് കയറാൻ പറ്റുക, ആ ഐ ഡി തന്നെയാണ് എൻ്റെ കോഡ്. അത് കിട്ടാത്തതുകൊണ്ട് ആ യൂട്യൂബ് ചാനൽ നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ഞാൻ ഭയങ്കര വിഷമത്തിലായി. കാരണം നമ്മൾ കുറച്ച് നാൾ പണിയെടുത്തു, ഏകദേശം ഒരു 6-7 മാസത്തോളം പണിയെടുത്തിട്ട് ഒരു വ്യൂസ് ഒന്നും ഇല്ലാതെയൊക്കെ ആയി. അങ്ങനെ ഇരുന്നപ്പം ഗൈസ്, ഞാനാണെങ്കിൽ, ഇതെൻ്റെ കഥയാണ് കേട്ടോ, ഇതെൻ്റെ റിയൽ യൂട്യൂബ് സ്റ്റോറിയാണ്. ടൈം എഫർട്ടൊക്കെ എടുത്തെല്ലാം വേസ്റ്റായി. അങ്ങനെ ഇരുന്നപ്പം ആ ചാനൽ എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ വളരെയധികം വിഷമത്തിലായി. എന്ത് ചെയ്യണം, ആരോട് ചോദിക്കണം, ആരും ഒരു ഹോപ്പും ഇല്ല നമുക്ക് വേറെ ചോദിക്കാനോ. അങ്ങനെ ആയിക്കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു ജിമെയിൽ ഐ ഡി എടുത്തു. അന്ന് എനിക്ക് ചാനലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് വേറൊരു ഇമെയിൽ. അപ്പം നമ്മൾ യൂട്യൂബിനകത്തുള്ള ഇൻട്രസ്റ്റ് ഒക്കെ അങ്ങ് പോയി. അങ്ങനെ ആയിട്ട് ഞാൻ വേറൊരു ചാനലെടുത്തു. ചാനലിൻ്റെ ജിമെയിൽ ഐ ഡി എടുത്തു. ആ ജിമെയിൽ ഐ ഡിക്കകത്ത് ലോഗിൻ ചെയ്ത് കയറി. അങ്ങനെയായിട്ട് ഞാൻ ഇങ്ങനെ എൻ്റെ പഴയ ചാനൽ ഏകദേശം ഒരു 4-5 മാസം, അതായത് ഈ ചാനൽ പോയി 6 മാസം, എല്ലാം കൂടെ കൂട്ടി ഒരു 1 ഇയറിനുള്ളിൽ ഞാൻ എൻ്റെ ചാനൽ വീണ്ടും വിസിറ്റ് ചെയ്തു. ട്രോൾ ഹബ്ബ് എന്ന് പറഞ്ഞാൽ എൻ്റെ പോയ ചാനലിൻ്റെ അകത്ത് ഞാൻ കയറി നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് ഒരു വീഡിയോയ്ക്ക് 2 ലക്ഷം വ്യൂസ് ഉണ്ട്. ഒരു വീഡിയോയ്ക്ക് ഞാൻ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയിട്ടോ. അപ്പം ഞാൻ വിചാരിച്ചൊരു കാര്യമുണ്ട്, നമുക്ക് ഭാഗ്യമില്ല എന്ന് പറയുന്നത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അത് ഈ റീയൂസ്ഡ് കണ്ടന്റ് ആയിട്ടൊന്നും വന്നതല്ല, ജസ്റ്റ് ആ ചാനൽ എന്തോ നമ്മുടെ ഭാഗ്യക്കേട് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പോയി. അങ്ങനെയപ്പോൾ എനിക്ക് വാശിയായി യൂട്യൂബിൽ ചാനൽ വീഡിയോസ് ഇടണം. അങ്ങനെയൊക്കെ. അപ്പോൾ അതിനുകൂടെ തന്നെ ഞാൻ എനിക്ക് ഈ ആക്ടിങ്ങിൽ ഒരു ഫേസ് ഉള്ളതുകൊണ്ട് ഞാനാണെങ്കിൽ യൂട്യൂബിൽ ഡെസ്മാഷ്, ടിക്ടോക്ക് അങ്ങനെയുള്ള ചാനലിലൊക്കെ ഞാൻ വീഡിയോസൊക്കെ ചെയ്യുമായിരുന്നു. ചെറിയ രീതിയിലേക്കുള്ള ആക്ടിങ് ഒക്കെ ഇഷ്ടമാണ്, പാഷനാണ്, അതുകൊണ്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും യൂട്യൂബ് ചാനൽ സജീവമാകാനായിട്ട് തുടങ്ങിയിട്ട് ട്രോൾ സഫാരി എന്ന് പറയുന്ന ചാനൽ സ്റ്റാർട്ട് ചെയ്തു. നല്ലപോലെ അതിനകത്ത് പണിയെടുത്തു. ഏകദേശം 2 വർഷത്തോളം അതിനകത്ത് പണിയെടുത്തു. എനിക്ക് അതിൽ നിന്ന് മോണിറ്റൈസേഷൻ ആയി. ഭയങ്കര സന്തോഷമാണ്. കാരണം ഇത്രയും പെട്ടെന്ന് എഫേർട്ട് എടുത്ത് 3 വർഷത്തിനുള്ളിൽ ഞാൻ ഇത്രയും എഫേർട്ട് എടുത്ത് എനിക്കൊരു മോണിറ്റൈസേഷൻ ഒക്കെ ആയി ഭയങ്കര ഹാപ്പിയായി.
ഭയങ്കര ഹാപ്പിയാന്ന് വെച്ചാൽ ഭയങ്കര ഹാപ്പിയായി. ആദ്യമായിട്ട് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയ ഒരു സന്തോഷം നമുക്കുണ്ടല്ലോ. അപ്പം എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്, $11 എങ്ങാണ്ട് ഇപ്പോഴും ആ ഗൂഗിൾ ആഡ്സിൽ കിടപ്പുണ്ട്. $11 എൻ്റെ ആ ജിമെയിൽ അടിക്കുന്നത് $11 കിടപ്പുണ്ട്. അതായത് ട്രോൾ സഫാരി എന്ന് പറഞ്ഞ ഈ ട്രോൾ ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് $11 അതിനകത്ത് കിടപ്പുണ്ട്. അങ്ങനെ ഇങ്ങനെ സ്മൂത്തായിട്ട് പൊക്കോണ്ടിരുന്നു. പിന്നെ ഡെയിലി വീഡിയോസ് ഇട്ട് തുടങ്ങി. ഞാൻ നേരത്തെ ഡെയിലി വീഡിയോസ് ഇട്ട് തുടങ്ങി. അത്യാവശ്യം ഇങ്ങനെ റീച്ചായിട്ട് ചാനൽ അത്യാവശ്യം 4 പേരെ അറിഞ്ഞു തുടങ്ങിയൊക്കെ വന്നപ്പോഴത്തേക്ക് എൻ്റെ പിന്നെയും ആ ചാനൽ, അതായത് മോണിറ്റൈസേഷൻ ഡിസേബിൾ ആവുകയും ആ ചാനൽ പോവുകയും ചെയ്തു. എനിക്ക് ഭയങ്കര വിഷമമായി, ഡീമോണിറ്റൈസ്ഡ് ആയി. അപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമം വന്നു. കാരണം അയ്യോ പോയല്ലോ. എന്നിട്ട് ഞാൻ അതിനകത്ത് വർക്ക് ചെയ്ത് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് നമ്മൾ എന്തോ ചെയ്തിട്ടും അതങ്ങോട്ട് ഗ്രോത്ത് വാച്ച് അവർ, പിന്നെ അവർ പറഞ്ഞു യൂട്യൂബിന്റെ വാച്ച് അവർ കൂട്ടണം അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. പിന്നെയും വീഡിയോസ് ഞാൻ ഇട്ടു തുടങ്ങി. അങ്ങനെ ഇട്ടിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇടുന്ന കൊണ്ടൊരു ഇൻട്രസ്റ്റ് അങ്ങോട്ട് കുറഞ്ഞു വന്നു. സത്യമായിട്ട് ഇൻട്രസ്റ്റ് കുറഞ്ഞു വന്ന സമയത്ത് ഞാൻ പിന്നെ അധികം വീഡിയോസൊക്കെ ഇടാതെയായ സമയത്ത് വേറൊരു ചാനൽ തുടങ്ങി. ശ്യാം കട്ട്സ് എന്നൊക്കെ പറഞ്ഞ ചാനൽ, ഒരു ഗെയിമിംഗ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഒരു നമ്പറിൽ ആണ് ഞാൻ 3 ജിമെയിൽ ഐ ഡി എടുക്കുകയുണ്ടായി. ഒരു നമ്പറിൽ 3 ജിമെയിൽ ഐ ഡി എടുക്കുകയുണ്ടായി. എനിക്ക് പറ്റിയ ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു ആ ഒരു മിസ്റ്റേക്ക്. എനിക്കൊരു അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതാണ്. അതായത് നമ്മുടെ നമ്പറിൽ തന്നെ നമ്മളൊരു 3 ജിമെയിൽ ഐ ഡി എടുക്കുകയുണ്ടായി. പക്ഷേ എൻ്റെ ചാനൽ ട്രോൾ സഫാരി എന്നുള്ള ചാനൽ റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് ബാൻ ആയ സമയത്ത് ആ ചാനൽ പോയി. ശ്യാം കട്ട്സ് എന്ന് പറഞ്ഞൊരു ചാനൽ എനിക്കുണ്ടായിരുന്നു. അത്യാവശ്യം ഒരു 1 മില്യൺ ഒക്കെ അടിച്ച വീഡിയോസ് ഒക്കെ ഉള്ള ഷോർട്സിൽ 1 മില്യൺസ് ഒക്കെ അടിച്ച് ആ ചാനൽ അത്യാവശ്യം ഗ്രോ ആയിട്ട് പോവുകയായിരുന്നു. നല്ല ഗ്രോത്ത് ആയിട്ട് പോവുമായിരുന്നു ആ ചാനൽ. ഷോർട്സ് മാത്രമേ ഞാൻ എടുത്തുള്ളായിരുന്നു. എൻ്റെ ഓൺ ഫേസിൽ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഞാനാണ്. 1 മില്യൺ ഒക്കെ പോയിരുന്നു ആ ഒരു വീഡിയോ ഒക്കെ. എനിക്ക് ഭയങ്കര സന്തോഷമായി. നല്ല വ്യൂസ് ഉണ്ടായിരുന്നു ആ ചാനൽ. പക്ഷേ ട്രോൾ സഫാരി എന്ന് പറഞ്ഞ ചാനൽ പെട്ടെന്ന് അങ്ങ് എൻ്റെ ജിമെയിൽ ഐ ഡിയിൽ നിന്ന് പോവുകയും അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബിൽ നിന്ന് പോയി. എനിക്കത് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. അവർ റീഅപ്പീൽ ചെയ്യാൻ പറയുന്നു. അത് കൊടുത്തു പറ്റുന്നില്ല. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ശ്യാം കട്ട്സ് എന്ന് പറഞ്ഞ ചാനലിലും പോവുകയുണ്ടായി. പിന്നെ ഇത് രണ്ടും പോയപ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ കിടി പോയി. അപ്പം ഞാൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു 5 വർഷം ഞാൻ യൂട്യൂബിനകത്ത് എഫേർട്ട് എടുത്തു. നമ്മുടെ 5 അല്ല, അതിൽ കൂടുതലുണ്ട്. 5-6-7 വർഷം എഫേർട്ട് എടുത്തു. ഒരു ക്ലച്ചും പിടിക്കാതെ പോയ ഒരു ചാനലായിരുന്നു ഞാൻ ഫോളോ അപ്പ് ചെയ്ത എൻ്റെ ചാനൽസ് എല്ലാം. അതേം ഞാനിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ശ്യാം കട്ട്സ് എന്ന് പറഞ്ഞ ചാനലിനകത്തായിരിക്കും. അതായത് ഞാൻ മറ്റേ ചാനലിൻ്റെ പേര് തന്നെയാണ് ഇതിനകത്ത് ഇട്ടേക്കുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വയലേഷൻസ് എല്ലാം നമ്മൾ ഫോളോ ചെയ്ത് പോവുക. വയലേഷൻസ് ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക. ഞാൻ ഒരുപാട് എഫർട്ട് എടുത്തു. ഇപ്പം ഞാനൊരു ഗെയിമിംഗ് ചാനൽ, ഇപ്പം വേറൊരു നമ്പറിലാണ് ഗെയിമിംഗ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒക്കെ. ഇപ്പം എൻ്റെ ബ്രദറിൻ്റെ നമ്പറിലാണ് ഞാൻ ഗെയിമിംഗ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ വേറൊരു എൻ്റെ പേഴ്സണൽ ചാനലാണ് ഈ ചാനൽ. അപ്പം ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, നമ്മൾ ഒരു നമ്പറിൽ തന്നെ ഒരു 3-4 ചാനൽസ് അല്ലെങ്കിൽ ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് പറ്റരുത്. ഈ ഒരു മിസ്റ്റേക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. സത്യസന്ധമായിട്ടുള്ള കാര്യം ഞാൻ പറയാം. യൂട്യൂബിൽ നിന്ന് ഞാൻ ഒരു വക പോലും ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് നഷ്ടമായത് എൻ്റെ ടൈമാണ്. എൻ്റെ ഇപ്പം എനിക്ക് ഈ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ പലരും പറയും എനിക്ക് വേറെ പണിയൊന്നുമില്ല, ഇതൊന്നും എന്തോ അവർ പറഞ്ഞതുകൊണ്ടായിരിക്കാം. അവർ പറഞ്ഞതുകൊണ്ടാണോ എൻ്റെ സമയം ശരിയല്ലയോ എന്തോന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് ഒരു ഗ്രോത്ത് യൂട്യൂബിൽ നിന്ന് ഉണ്ടായില്ല. പക്ഷെ എനിക്ക് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇനി പുതുതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് പറ്റി, ഈ നാളെ നിങ്ങൾക്ക് പറ്റരുത്. അതേ എനിക്ക് പറയാനുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു നമ്പറിൽ തന്നെ 2-3-4 ജിമെയിൽ ഐ ഡി എടുക്കാൻ നിൽക്കരുത്. ഞാൻ എടുത്തു, എനിക്ക് നല്ലപോലെ കിട്ടി. അതായത് നമ്മൾ ആ നമ്പർ വെച്ചൊരു ജിമെയിൽ ഐ ഡി എടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മുടെ ചാനൽ പോവുകയാണെങ്കിൽ തൊട്ടു പുറകെ തന്നെ ബാക്കിയുള്ള ആ സെയിം നമ്പറിലുള്ള ജിമെയിൽ ഐ ഡിയിലുള്ള അതും പോകും. അപ്പോൾ ഈ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് കൂടെ. കാരണം എനിക്കൊരു വിഷമം ഉണ്ടായി, എനിക്കൊരു അനുഭവം ഉണ്ടായി. ആ അനുഭവം നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇതേപോലുള്ള അനുഭവങ്ങൾ യൂട്യൂബിൽ നിന്ന് ഇത്രയും നാളും യൂട്യൂബിൽ നിന്ന് വീഡിയോസ് ഇട്ടിട്ടും എഫർട്ട് ഇട്ടിട്ടും അതിനൊരു റിസൾട്ട് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ
നിങ്ങളാരും വിഷമിക്കേണ്ട. യൂട്യൂബ് ഈസ് ജെനുവിൻ. നിങ്ങൾക്ക് പേയ്മെന്റുകൾ കിട്ടും. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാം. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ചെയ്യാതിരിക്കുക. എനിക്കൊരു അബദ്ധം പറ്റി, അത് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. യൂട്യൂബിൽ നല്ല നല്ല കണ്ടന്റുകളും കാര്യങ്ങളുമായിട്ട് നല്ല നല്ല ക്രിയേറ്റേഴ്സൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. എൻ്റെ ചാനലിൽ ഇനിയും വീഡിയോസ് ഉണ്ടാവും. അപ്പം ഇത്തരം കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും ഓക്കെ.